നമ്മുടെ +2 റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അതിലെ മറ്റൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഫങ്ഷൻ്റെ പ്രോബ്ലം. ഈ ചാപ്റ്റർ കൂടുതൽ എടുക്കാൻ കാരണം ഒത്തിരി ക്ലാസ്സസ് ഒന്നും നിങ്ങൾ കാണാറില്ല, അല്ലെങ്കിൽ തന്നെ ക്ലാസ് ഇടുന്നവരാണെങ്കിലും ഇതിനെയൊക്കെ ഒത്തിരി ഒന്ന് ഒഴിവാക്കിയാലും. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പഠിക്കാനും ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതലും നിങ്ങൾക്ക് മറ്റുള്ള ചാപ്റ്റേഴ്സുകളെ ഇഷ്ടംപോലെ വീഡിയോ ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ ഇത് ചെറിയ പ്രോബ്ലമാണ്, പക്ഷേ എക്സാമിന് വരുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചോണം. ഇതൊന്ന് കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഒന്ന് നോക്കിയിരുന്നോ. ലെറ്റ് A = 1 2 3, B = 4 5 6 7, F = 1 4 2 5 3 7. 3 ഓർഡേഡ് വേറൊരു ഫംഗ്ഷൻ F ഫ്രം A to B. അത്രയൊക്കെ സംഭവിച്ചു. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ടേ. ഇനി എന്താ ഷോ ചെയ്യാൻ ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്, ചെക്ക് വെദർ F ഈസ് ആരാണ് 1 1. മോനെ 1 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ് എന്നുള്ളൊരു പേരുണ്ട്. ഓണ്ടു സബ്ജക്റ്റീവ്, ചിലപ്പോൾ ഞാൻ രണ്ട് വിട്ടേക്കുന്നത് ഏതാ ഒരു പേര് ചോദിക്കുന്ന അറിയത്തില്ല. ബൈജക്റ്റീവ് മീൻസ് ഇൻജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്, രണ്ടും ശരിയാവുന്നെങ്കിൽ ബൈജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും അങ്ങ് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആരാണിത്, 1 1 ആണോ എന്നാണ്. 1 1 ആണോ എന്ന് നോക്കാൻ എന്താണ് 1 1 എന്നുള്ളത് ശ്രദ്ധിക്കണേ. ഞാനപ്പോൾ ചെറിയൊരു ഓടേഡ് ഇതിൻ്റെ ഇരുന്ന് ആരോടെങ്കിലും വരച്ചിട്ടാകുമ്പോൾ എളുപ്പമാണ്. 1 2 3 4 5 6 7 A, പിന്നെ ആരാണ് B. ഓക്കെ, ഇനി നമ്മുടെ ആരോസുകൾ അങ്ങോട്ട് 1 4 ഇതാണ് ഇങ്ങനെ 1 നിന്നും 4 2 5 3 7 ആണ് കേട്ടോ. ഓക്കെ, 1 1 എന്ന് പറയുന്ന മീനിങ് എന്താണെന്നുള്ള ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് മെൻ ബൈ 1 1? 1 1 എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും ഒരാളിലോട്ട്, വേറൊരാളിൽ നിന്നും വേറൊരാളിലോട്ട്, അടുത്ത മൂന്നാമിൽ നിന്നും വേറെ മൂന്നാമിലോട്ട്, അല്ലാതെ 2 പേരെ ഒരാൾ കെട്ടരുത്. അത്രയേ ഉള്ളൂ. 2 പേരിൽ നിന്നും ഇവിടുന്ന് 2 പേരിൽ നിന്നും ഒരാളെ പോയി കെട്ടരുത്. കല്യാണം കഴിക്കുമ്പോഴേ അങ്ങനെ ചെയ്യരുത്. ഒരാളെ കെട്ടിയോ അടുത്ത ആളെ കെട്ടും, മൂന്നാമിനുണ്ടെങ്കിൽ വേറെ ആളെ കിട്ടും, അങ്ങനെ ഡിഫറെൻറ്റ് ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ 1 4 2 5 3 7 ക്ലിയർലി ഇറ്റ് ഈസ് 1 1. 1 4 കെട്ടി, ഇനി 4 കെട്ടാൻ ആരും വരത്തില്ല. 2 5 കെട്ടി, ഇനി 4 5 കെട്ടാൻ 3 വരത്തില്ലടാ. 3 പോയി വേറെ ആളെ കെട്ടി, 7 കെട്ടി. അപ്പോൾ 3 പേരെ കെട്ടി. അത്രയേ ഉള്ളൂ 1 1. ഒരാൾക്കൊന്നേ ആകാവുള്ളൂ. അല്ലാതെ 2 നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞു, ഇത് 1 1 ആവുമോ? അല്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ കെട്ടിയുള്ളൂ, അല്ല 2 പേര് ഒരാളെ കെട്ടിയോ ഉണ്ടാവരുത്. ഒരാൾക്ക് 1, 2-ന് വേറൊന്നായിരിക്കണം. അതിൽ 2-നും 4 അവിടെ കഴിഞ്ഞേനെ. ഓക്കെ, ഇവിടെ പ്രശ്നമില്ല. ദിസ് ഈസ് ക്ലിയർലി 1 1. ക്ലിയർ ആയല്ലോ. അപ്പോൾ 1 1 എന്നുള്ളത് ഇനി ആർക്കും ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതണമല്ലോ. ആൻസർ എഴുതി നോക്കിയാണ് മോനെ. അപ്പോൾ ഇതൊക്കെ വേണമെന്ന് എടുത്തൊന്ന് എഴുതി കൊഴിപ്പിച്ചാൽ നല്ലത് കേട്ടോ. ഇതൊക്കെ F = എന്നൊക്കെ എഴുതി കൊഴിപ്പിക്കണം. ഒന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ളത്. എന്നിട്ട് എഴുതേണ്ടതെന്ന് അറിയാം. 1 4 എന്ന് പറയാൻ മീനിങ് എന്താണെന്നറിയാമോ? F of 1 = 4 എന്നാണ്. That means the value of the function at x = 1 is equal to 4 കേട്ടോ. The value of the function at x = 1 is 4. നെക്സ്റ്റ് എന്താണ്? F of 2 is equal to 5. F of 3 = 7. ദാറ്റ് ഈസ്, അതായത് ഇങ്ങനെ ഇത്ര എഴുതിയാൽ പോരാ, ഇതിനൊക്കെ മീനിങ്ങാണ്. അതുകൊണ്ട് ഈ മീനിങ്ങിന് കറക്റ്റ് ആവുന്ന സെൻറ്റൻസ് വായിക്കുന്നവർക്ക് തോന്നണം. ഓക്കെ, ദാറ്റ് ഈസ് F of 1 not equal to F of 2 not equal to F of 3. ദിസ് ഈസ് 1 1. ഇപ്പോഴാണ് 1 1 ആയത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എന്താണ്? ഓണ്ടു ആണോ നോക്കാം. ഓണ്ടു എന്ന് പറയുന്ന മീനിങ് എന്തുവാ? 2 രീതി കൂടെ നമുക്കിവിടെ കാണിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റിലെ മുഴുവൻ ആൾക്കാരെയും ഫസ്റ്റ് സെറ്റിൽ ആരെങ്കിലുമൊക്കെ കെട്ടിയിരിക്കണം. ഞാൻ ചുമ്മാ കല്യാണത്തിൻ്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് സെറ്റിൽ ഒരാൾ പോലും ഫ്രീ ആയിട്ട് നിൽക്കരുത്. എന്തോ എന്നെ ആരും കെട്ടിയില്ല, എന്നെ ആരും കല്യാണം കഴിക്കാൻ വന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇവിടെ നോക്കിക്കേ, ഉണ്ടൊരാളങ്ങനെ കേട്ടോ. 6 കണ്ടോ, 6-നെ കെട്ടാൻ ആരും വന്നിട്ടില്ല. 6 കണ്ടോ, അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുക സെക്കൻഡ് സെറ്റിൽ. അവിടെ കഴിഞ്ഞു. ഇയാൾ ഒണ്ടുമല്ല. ഒരാൾ പോലും ഫ്രീ ആയിട്ട് സെക്കൻഡ് സെറ്റിൽ കാണരുത്. ഏത് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിലുണ്ടെങ്കിലും അത് ഫസ്റ്റ് സെറ്റിൽ ആരെങ്കിലുമായിട്ട് ഇങ്ങനെ റിലേഷൻ വേണം. ഇപ്പോൾ കണ്ടോ, 4-ന് 1 റിലേഷൻ ഉണ്ട്, 5-ന് 2 റിലേഷൻ ഉണ്ട്, 7-ന് 3 റിലേഷൻ ഉണ്ട്. ബട്ട് 6-ന് 7 ഒരാളോട്ടും ബന്ധമില്ല. അവിടെ വെച്ച് കഴിഞ്ഞു. ദിസ് ഈസ് നോട്ട് ഓൺ ടു. ഓക്കെ, ഇനി ഇച്ചിരി മറ്റേ രീതിയുണ്ട്. നമ്മൾ റേഞ്ചിനെ കണ്ടുപിടിക്കും, കോഡൊമൈനെയും കണ്ടുപിടിക്കും. ഇത് തമ്മിൽ ഈക്വലായാൽ നമുക്ക് എന്ത് പറയാം? ഓണ്ടുമാണ്. ഇങ്ങനൊരു എഴുതി കാണിക്കാൻ ഇച്ചിരി നല്ല ഇതാണ്. റേഞ്ചും കോഡൊമൈനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 പേര് നിങ്ങൾ എഴുതിയിട്ടുള്ളത് കണ്ടത് ഇങ്ങനെ സെക്കൻഡ് എലമെൻറ്റുകൾ +1 എഴുതിയില്ലേ മോനെ? 4 5 7 അത്രയേ ഉള്ളൂ. 4 5 7
കോഡൊമൈൻ ആരമനെ സെക്കൻഡ് സെറ്റ് 4 5 6 7. എല്ലാവർക്കും അറിയാം കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ A to B ആണെങ്കിൽ ഇയാളാണ് കോഡൊമൈൻ. ഈക്വലാണോ നോക്കിയാൽ റേഞ്ചും കോഡൊമൈൻ തമ്മിൽ ഈക്വലാണോ? അല്ല, 7 ഇല്ല ഉള്ളത് ഇല്ലേ? അല്ല 6 ഇല്ല. അതുകൊണ്ട് ഇവിടെ 4 5 7, ഇവിടെ 4 5 6 7 തമ്മിൽ ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഓക്കെ, therefore F is not 1 2. That's all. F is not 1 2. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. ഇപ്പോഴത്തെ ഈ ക്ലാസ് നിർത്തുകയാണ്. ഗുഡ് ബൈ.